കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് 2 പേർ ചേർന്നിട്ടാണ്. പത്തനാപുരത്ത് നിന്ന് സുധർമ്മയും തൊടുപുഴയിൽ നിന്ന് ശ്രുതിമോളുമാണ്. സുധർമ്മ സിസ്റ്റർ നമ്മളോട് പ്രാർത്ഥിക്കാനായി പറഞ്ഞിരിക്കുന്നത് സിസ്റ്ററുടെ മൂത്ത മകന് മദ്യപാനശീലമുണ്ട്, അതിൽ നിന്ന് കർത്താവ് മകനെ പുറത്തു കൊണ്ടുവരണം. ഇളയ മകൻ്റെ കടഭാരം നീങ്ങിപ്പോകണം. രണ്ടുപേരും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടണം, ബിസിനസ് അനുഗ്രഹിക്കപ്പെടണം. ഒരു നിമിഷത്തിനായി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ അവിടുന്ന് കുടുംബത്തെ അനുഗ്രഹിച്ചാട്ടെ അപ്പാ. കർത്താവെ, 2 മക്കളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മൂത്ത മകൻ്റെ മദ്യപാനശീലം മാറിപ്പോട്ടെ അപ്പാ. രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരുവാൻ തക്കോണം ഇടയാവട്ടെ. ഇളയ മകനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കടഭാരം നീങ്ങിപ്പോട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സമൃദ്ധി ഉണ്ടാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ഈ കുടുംബം മുഴുവനും രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ ഇടയാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. കർത്താവെ, ശ്രുതി സിസ്റ്ററിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സിസ്റ്ററിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ജോലി കിട്ടട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ പ്രവൃത്തി കുടുംബത്തിലുണ്ടാവട്ടെ. ഹസ്ബൻഡിൻ്റെ മദ്യപാനശീലം മാറിപ്പോട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമുണ്ടാവട്ടെ. കടഭാരം നീങ്ങിപ്പോട്ടെ അപ്പാ. കർത്താവെ, അവിടുത്തെ നന്മകൾ കൊണ്ട് നിറച്ചാട്ടെ അപ്പാ. ദൈവിക സമാധാനത്താൽ നിറച്ചാട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ, 2 കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത 2 കുടുംബങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതിൻ്റെ തുടർച്ചയായ ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കാനായി പോകുന്നത്. ശാപങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? ശാപത്തിൻ്റെ അനന്തരഫലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ എന്നാണ് നമ്മളിന്ന് കേൾക്കാനായി പോകുന്നത്. നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. ഞാൻ ഇന്നും പ്രസംഗിക്കുന്നത് ഇന്നലെ നമ്മൾ പഠിപ്പിച്ച ശാപങ്ങളും രോഗസൗഖ്യവും എന്ന വിഷയമാണ്. നാളെയും നമ്മൾ അത് തന്നെയായിരിക്കും തുടരുന്നത്. ഞാൻ നമ്മുടെ സെമിനാറുകളിലെല്ലാം 3-4 ദിവസം കണ്ടിന്യൂസ് പഠിപ്പിച്ചാലും തീരാത്തൊരു സബ്ജക്റ്റാണ് നമ്മൾ 3/4 മണിക്കൂറും 1 മണിക്കൂറും ഒക്കെ സംസാരിക്കുന്നത്. എന്നാലും അത് തീർക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. കഴിയുന്നതിൻ്റെ പരമാവധി ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്പ്പാൻ ഞാൻ കർത്താവിൽ പരിശ്രമിക്കുകയാണ്. ശാപങ്ങൾ മുറിക്കുക എന്ന് നാട്ടിലുള്ള വിവാദ ചിന്തകളിലൊന്ന്. ശാപങ്ങൾ മുറിക്കുക. ആർക്കെങ്കിലും ശാപം മുറിക്കാൻ പറ്റുമോ? ശാപത്തിൽ നിന്ന് ആർക്കെങ്കിലും നിങ്ങളെയോ എന്നെയോ മോചിപ്പിക്കാൻ പറ്റുമോ? വ്യക്തിപരമായി പറഞ്ഞാൽ ഒരു വ്യക്തിക്കോ ഒരു മനുഷ്യനോ ഒരു പാസ്റ്ററിനോ നിങ്ങളുടെ ആരുടെയും ശാപത്തെ മുറിക്കാനോ എൻ്റെ ശാപത്തെ മുറിക്കാനോ കഴിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ശാപം മുറിയുമോ? തീർച്ചയായിട്ടും ഞാൻ പറയാം, പ്രാർത്ഥന ശാപം മുറിക്കുമെന്ന് എവിടെയും എഴുതിയിട്ടില്ല. പ്രാർത്ഥിച്ചാൽ ശാപം മുറിയുമെന്ന് ആയിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ നിങ്ങളുടെ പാപത്തെയും മുറിച്ചേനെ. സഹോദരങ്ങളെ, ഇത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വേദപുസ്തകം പറയുക, ഗലാത്യ ലേഖനം നമുക്കെടുക്കാം, ആ വാക്യത്തിലേക്ക് വരാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന് 13-ാമത്തെ വാക്യം. മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. യേശു കർത്താവ് കാൽവറിയിൽ മരിച്ചത്, യേശുവിൻ്റെ ക്രൂശിലെ മരണം കണ്ടിട്ടില്ലാത്ത ആരും തന്നെയില്ല. യേശു കാൽവറിയിൽ മരിച്ചത് എന്നെ ശാപവിമുക്തനാക്കാൻ വേണ്ടിയാണ്. വേദപുസ്തകം പറയുക, കാൽവറിയിലെ മരണം അവൻ ശാപമായി തീർന്നതിനെയാണ് കാണിക്കുന്നത്.
എനിക്ക് വേണ്ടി അവൻ ശാപമായി തീർന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് വേണ്ടി അവൻ പാപമായി തീർന്നു, എനിക്ക് വേണ്ടി അവൻ യാഗമായി തീർന്നു, എനിക്ക് വേണ്ടി അവൻ നിന്ദകൾ അനുഭവിച്ചു, എനിക്ക് വേണ്ടി അവൻ പരിഹാസം അനുഭവിച്ചു, എനിക്ക് വേണ്ടി അവൻ ശിക്ഷ അനുഭവിച്ചു, എനിക്ക് വേണ്ടി എൻ്റെ എല്ലാ അശുദ്ധിയുടെയും അഗ്നി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷ യാഗ്നിയാൽ അവൻ തൊടപ്പെട്ടു. വേദപുസ്തകം പറയുക, യേശു കാൽവറിയിൽ വഹിച്ച എല്ലാ വേദനയും എല്ലാ പ്രയാസവും എല്ലാ ശാപവും എല്ലാ പാപവും എന്നെ പാപത്തിൽ നിന്ന് എന്നെ ശാപത്തിൽ നിന്ന് വിമോചിപ്പിക്കാനായിരുന്നു. വിശ്വാസികളായിരിക്കുന്ന ആളുകളാണ് കുറച്ചു പേരെങ്കിലും എന്നെ കേൾക്കുന്നത്. നിങ്ങളിൽ ഉള്ളിൽ വരാവുന്ന ചിന്തയാണ്, ശാപത്തിൽ നിന്ന് എനിക്ക് മോചനത്തിൻ്റെ ആവശ്യം ഇനിയുണ്ടോ? സൗരങ്ങളെ, ഞാനിനി ശാപം മുറിക്കാനും ശാപം മോചനം തരുവാനും ഒന്നുമല്ല വരുന്നത്. ശാപത്താൽ ഉളവായിരിക്കുന്ന പിശാച് ശാപത്താൽ ഉളവാക്കുന്ന ചില രോഗങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് ശാപത്താൽ ഉളവായതാണ് എന്ന് തിരിച്ചറിയുകയും ഞാൻ ശാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു എന്ന അറിവിനാൽ അതിനെ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുകയും ചെയ്യുകയാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ അറിയേണ്ടത്. നമ്മുടെ ഉള്ളിൽ പാപചിന്തകൾ വരാറുണ്ട്, തെറ്റായ ആഗ്രഹങ്ങൾ വരാറുണ്ട്, മോശമായ ചിന്തകൾ വരാറുണ്ട്. വ്യഭിചാരം, കൊലപാതകം, അസൂയ, വഞ്ചന, അത്യാഗ്രഹം, ഇവയൊക്കെ നമ്മുടെ ഉള്ളിൽ വരാറുണ്ട്. പക്ഷേ അവ നമ്മെ ഭരിക്കാതെ നമ്മൾ അവയോട് പറയുന്നൊരു വാക്കുണ്ട്, മാറിപ്പോ, ഞാൻ യേശുവിൻ്റെയാ, പിശാചിനെ എൻ്റെ മേൽ യാതൊരു അവകാശവുമില്ല, പിശാചെ മാറിപ്പോ. നമ്മളെല്ലാവരും പറയുന്ന വാക്കുകളിൽ ഒന്നാണ്. അതേപോലെ ശാപമാണ് ഈ രോഗത്തിൻ്റെ കാരണമെന്ന് നിങ്ങൾ തിരിച്ചറിയാതെ ശാപത്തോട് മാറിപ്പോ എന്ന് പറയുവാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ശാപത്താൽ ഉളവാകുന്ന രോഗങ്ങൾ എന്താണെന്ന് അറിയുകയും അതിന് റൂട്ടായ കാരണം, മൂല കാരണം മനസ്സിലാക്കുകയും അതിനെ തിരിച്ചറിയുകയും അതിൽ നിന്ന് പുറത്തു വരുവാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയും ചെയ്യുകയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായി പോകുന്നത്. ഞാനൊന്നും കൂടെ പറയാം, യേശു കർത്താവ് എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. ഞാനിനി ശാപം വഹിക്കണോ? 100 വട്ടം വേണ്ട. യേശു എൻ്റെ ശാപങ്ങളെല്ലാം വഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ശാപത്താൽ ഉളവായിരിക്കുന്ന ഒരു രോഗവും ഞാനിനി വഹിക്കേണ്ട. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമുക്ക് ആവർത്തന പുസ്തകത്തിലേക്ക് ഒന്ന് വരാം. അതിൻ്റെ 28-ാം അധ്യായം, അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ നീ നിൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചു നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്നു ഭവിക്കും. ഇനി താഴോട്ട് നമുക്ക് വായിക്കാം. 27-ാമത്തെ വാക്യം. പരുക്കൾ, മൂലവ്യാധി, ചൊറി, ചെരങ്ങ് എന്നിവയാൽ നീ ബാധിക്കപ്പെടും, അവ സൗഖ്യമാകുകയില്ല. അടുത്ത വാചകം ശ്രദ്ധിക്കേ. ഭ്രാന്തും അന്ധതയും ചിത്തഭ്രമവും കൊണ്ട് യഹോവ നിന്നെ ബാധിക്കും. നമ്മൾ ശാപത്തിൽ നിന്നുളവാകുന്ന രോഗങ്ങളെക്കുറിച്ച് പഠിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ആ രോഗങ്ങളിൽ 90% രോഗങ്ങൾക്കും ചികിത്സയില്ല. ഭ്രാന്തിനെ പൂർണ്ണമായും ചികിത്സയില്ല, ചിത്തഭ്രമത്തിന് പൂർണ്ണമായും ചികിത്സയില്ല. ചില ഹോർമോണുകളുടെ വ്യത്യാസം നിമിത്തം ഉണ്ടാകുന്ന പിച്ചുമ്പയും പറയുന്ന അനുഭവങ്ങൾക്ക് ചികിത്സ ഇന്ന് ദൈവകൃപയാലുണ്ട്. എന്നാൽ പൂർണ്ണമായും വയലന്റ് നേച്ചർ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചിത്തഭ്രമത്തിന് ഇന്നും ചികിത്സയില്ല. വേദപുസ്തകം പറയുക, ചിത്തഭ്രമം വാസ്തവത്തിൽ, ഭ്രാന്ത് വാസ്തവത്തിൽ ശാപത്തിൻ്റെ ഭാഗമാണ്. ഞാനൊരിക്കൽ ഒരു രോഗിയുമായി സംസാരിക്കുമ്പോൾ അയാൾ തൻ്റെ ഡോക്ടറുമായി സംസാരിച്ച ഒരു കാര്യം പറയുകയാണ്. അദ്ദേഹം പറയുക, ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചത് എൻ്റെ തലമുറയിൽ മറ്റാർക്കെങ്കിലും ഭ്രാന്തുണ്ടോ എന്നാണ്. തലമുറകളായിട്ടാണ് ഭ്രാന്ത് എന്ന് പറയുന്ന അസുഖങ്ങൾ ഞാൻ വളരെ വളരെ സാധാരണമായി കണ്ടിട്ടുള്ളത്. ഭ്രാന്ത് മറ്റുള്ളവർക്ക് ഉണ്ടാകില്ല എന്നല്ല എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനുണ്ടായിരുന്നു, എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു. നിങ്ങളുടെ തലമുറയിൽ ഉണ്ടായിരുന്ന രോഗം ഇന്ന് നിങ്ങളുടെ കൂടെ വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒരു കാരണം ശാപമാകാം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നാൽ യേശു വന്നത് ആ ശാപത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുവാനാണ്. ശാപത്തിൽ നിന്നുള്ള മോചനം നിങ്ങൾ അറിയുമ്പോൾ ശാപത്തിൻ്റെ കാരണങ്ങൾ കൂടെ നിങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ്. അതിൽ ഒരു കാരണമാണ് ഇന്ന് ഞാൻ ചിന്തിക്കാൻ പോകുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. നമുക്ക് ആവർത്തന പുസ്തകത്തിലേക്ക് വരാം. എൻ്റെ 27-ാം അധ്യായം എടുക്കാം. 12-ാമത്തെ വാക്യം വായിക്കാം. 12, 13 വായിക്കാം. ഇന്നലെ നമ്മൾ ഈ വാക്യം വായിച്ചതാണ്. നിങ്ങൾ യോർദാൻ കടന്ന ശേഷം ജനത്തെ അനുഗ്രഹിപ്പാൻ ഗെരിസീം പർവ്വതത്തിൽ നിൽക്കേണ്ടുന്നവർ ശിമയോൻ, ലേവി, യഹൂദ, ഇസ്ഹാർ, യോസെഫ്, ബെന്യാമിൻ. ശപിപ്പാൻ എബ്രായ പർവ്വതത്തിൽ എബാൽ പർവ്വതത്തിൽ നിൽക്കേണ്ടുന്നവരോ രൂബേൻ, ഗാദ്, ആശേർ, സെബൂലിൻ, ദാൻ, നഫ്താലി. മോശ തൻ്റെ ജനത്തോട് യോർദാൻ കഴിഞ്ഞതിന് ശേഷം ജനത്തെ അനുഗ്രഹിക്കാനും ശപിക്കുവാനുമായി 2 ഗ്രൂപ്പുകളെ തിരിക്കുകയാണ്. അതിൻ്റെ 27-ാം അധ്യായം 14-ാമത്തെ വാക്യം. അപ്പോൾ ലേവ്യർ ഇസ്രായേലരോട് കൂടെ ഉറക്കെ വിളിച്ചു പറയേണ്ടത് എന്തെന്നാൽ, അപ്പോൾ ലേവ്യർ പുരോഹിതന്മാർ ഇസ്രായേലരോട് കൂടെ ഉറക്കെ വിളിച്ചു പറയേണ്ടത് എന്തെന്നാൽ, ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെ കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമീൻ എന്ന് ഉത്തരം പറയണം. 2 ഗ്രൂപ്പ് ആളുകളെ മോശ തിരിക്കുകയാണ്. തിരിച്ചിട്ട് പറയുക, ആരെങ്കിലും ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് വെറുപ്പായ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചാൽ അവനെ നോക്കി ശാപം പറയണം. അടുത്ത വാചകം കൂടെ വായിച്ചിട്ട് നമുക്കൊന്ന് വിശദീകരിക്കാം. അതിൻ്റെ 16-ാമത്തെ വാചകം. അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ആമീൻ പറയണം. ഞാൻ ആ വാചകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി എൻ്റെ ഉള്ളിൽ വന്ന ചിന്തയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ശാപങ്ങൾ അതെങ്ങനെയാണ് എൻ്റെ ലൈഫിലേക്ക് വരുന്നത്? ഒറ്റ വാക്കിൽ പറയട്ടെ, ശാപങ്ങൾ പലപ്പോഴും വാക്കുകളാലാണ് വെളിപ്പെടുന്നത്. അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്? അനുഗ്രഹവും വാക്കുകളാലാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ഒരിക്കൽ ഒരു ഭിക്ഷക്കാരൻ്റെ അടുക്കൽ ഒരു യൗവനക്കാരൻ ഉളച്ചു മോശമായി പെരുമാറുന്നത് ഞാൻ കണ്ടു. എൻ്റെ പപ്പ അന്ന് എൻ്റെ കൂടെ ഉണ്ട്. ഒരു കാരണവുമില്ല അദ്ദേഹത്തോട് സംസാരിക്കാൻ, ആ യൗവനക്കാരനോട് സംസാരിക്കാൻ പപ്പയ്ക്ക് ആവശ്യമില്ല. പക്ഷേ എൻ്റെ പപ്പ എടുത്ത് ആ യൗവനക്കാരനോട് സംസാരിച്ച് ഇന്നത്തെ പോലെ ഓർമ്മിക്കുന്നു. എടാ പയ്യ, അല്ലെങ്കിൽ ആ മോനോട് അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനോട് പറയുക, വല്ല ശാപവും നീ മേടിച്ചു കൂട്ടണ്ട കേട്ടോ, ഇങ്ങനെയൊന്നും പെരുമാറരുത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? നമുക്ക് കുറച്ചും കൂടെ ആഴത്തിൽ നാളെ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം കേട്ടോ. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ആ യാചകനായ മനുഷ്യൻ, ആ ദരിദ്രനായ മനുഷ്യന് ആ ദരിദ്രനായ യാചകനായ മനുഷ്യനോട് ആ ചെറുപ്പക്കാരൻ പെരുമാറുന്നത് കണ്ടിട്ട് അവൻ്റെ വായിൽ നിന്ന് എടാ നീ ഇങ്ങനെ പോയാൽ മുടിഞ്ഞു പോത്തേ ഉള്ളടാ എന്ന് പറഞ്ഞാൽ അത് ഫലിക്കുമോ? സദൃശ്യവാക്യങ്ങൾ പറയുന്നത് കാരണം കൂടാതെ ശാപം ഫലിക്കുകയില്ല. എന്നാൽ കാരണം ഉണ്ടായാൽ ശാപം ഫലിക്കുമോ? വേദപുസ്തകം പറയുന്നു കാരണം ഉണ്ടായാൽ ശാപം ഫലിക്കും. ഏത് തരം ശാപത്തെക്കുറിച്ചായി പറയുന്നത്? വാക്കുകളാൽ ഉണ്ടാകുന്ന ശാപം. ഇസ്രായേൽ ജനത്തിൻ്റെ തെറ്റിൻ്റെ മുകളിൽ ശാപം ഉളവാകാൻ അത് പറയുവാനാണ് ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട് മോശ പറഞ്ഞത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ഒരാളിനോട് ചോദിച്ചു, ബ്രദറെ, ആരോ ചോദിച്ചതിനേക്കാൾ ഉപരി എൻ്റെ കൂടെ പഠിച്ചിരുന്ന, സ്കൂളിൽ പഠിച്ചിരുന്ന എൻ്റെ കൂടെ പഠിച്ച ഒരു പയ്യൻ, അവൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവൻ മരിച്ചുപോയി. എനിക്ക് തോന്നുന്നു 5 വർഷം മുമ്പ് അവൻ മരിച്ചുപോയി. അവനെ ഞങ്ങളെല്ലാം വിളിക്കുന്നത് കരിനാക്കൻ എന്നായിരുന്നു. അവൻ വാസ്തവത്തിൽ അവൻ്റെ നാവിൻ്റെ മേലൊരു കറുത്ത പാടുണ്ട്. ഞങ്ങളെല്ലാവരും അവനെ കളിയാക്കുമായിരുന്നു. പക്ഷേ കളിയാക്കുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു. ആ പേടിയുടെ കാരണം അവൻ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. ശരിയാണോ അങ്ങനെ പറയുന്നത്? ആരെങ്കിലും കരിനാക്കുള്ളയാൾ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമോ? സൗഹൃദങ്ങളെ, വളരെ ഗൗരവമായി പഠിക്കേണ്ട കാര്യമാണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ജോൺ ദാരി ബ്രദറെ, ഇപ്പോൾ ബ്രദറിനെ നോക്കി ഏതെങ്കിലും കരിനാക്കുള്ള ഒരു മനുഷ്യൻ ശപിച്ചാൽ ബ്രദറിന് ഫലിക്കുമോ? സൗഹൃദങ്ങളെ, കരിനാക്കോ ഒരു വ്യക്തിയുടെ ശാപമോ ആർക്കും ഫലിക്കണമെന്നില്ല. പക്ഷേ കാരണമുണ്ടെങ്കിൽ ആ വാക്കുകൾ നിങ്ങളുടെ ലൈഫിൽ വരാതിരിക്കണമെങ്കിൽ പ്രയാസമാണ്. കാരണമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുകളിൽ വരാം.
ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിൻ്റെ കാരണം എന്താ ബ്രദറെ? നമ്മുടെ നാവിനെ ദൈവം അധികാരം തന്നിരിക്കുകയാണ്. നമുക്കൊരു വാക്യം വായിക്കാം. സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം 20-ാമത്തെ വാക്യം. വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവനെ തൃപ്തി വരും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. ഞാനൊന്നും കൂടെ പറയാം. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലാണ്. നീ സംസാരിക്കുന്നത് ജീവനാണ് എങ്കിൽ ആ ജീവൻ ഉണ്ടായി വരും. മരണമാണ് സംസാരിക്കുന്നതെങ്കിൽ മരണമുണ്ടായി വരും. നിന്നോട് മരണം സംസാരിച്ചാൽ അത് നിനക്കുണ്ടായി വരും. ജീവൻ നിന്നോട് സംസാരിച്ചാൽ അത് നിനക്കുണ്ടായി വരും. മറ്റൊരാളോടും അങ്ങനെ തന്നെയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമുക്ക് കുറച്ച് തെളിവ് വാക്യങ്ങൾ വായിക്കാവേ. മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരാം. അതിൻ്റെ 11-ാം അധ്യായം എടുക്കാം. 20-ാമത്തെ വാക്യം വായിക്കാം. രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിനെ ഓർമ്മ വന്നു. റബി, നീ ശപിച്ച അത്തിവൃക്ഷം ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. ശ്രദ്ധിച്ചു കേട്ടാട്ടെ. യേശു കർത്താവ് ഒരു അത്തിയെ നോക്കി ശപിച്ചു. വേദപുസ്തകം പറയുന്നത് ആ അത്തി വേരോട് ഉണങ്ങിപ്പോയി. അപ്പം നമ്മൾ പറയുന്ന വാക്കുകൾ അനുഗ്രഹത്തിൻ്റെ വാക്കാണെങ്കിലും ശാപത്തിൻ്റെ വാക്കാണെങ്കിലും വേദപുസ്തകം പറയുന്നത് ഒരു പക്ഷേ, അല്ലെങ്കിൽ ആ വാക്കുകൾ തെറ്റായ വിശ്വാസത്തിൽ നിന്നാണെങ്കിലും ശരിയായ വിശ്വാസത്തിൽ നിന്നുള്ളവാണെങ്കിലും അത് ഫലിക്കാം. നിങ്ങൾ എൻ്റെ ഒപ്പുവെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരാം. 13-ാം അധ്യായം എടുക്കാം. 9-ാം വാക്യം വായിക്കാം. അപ്പോൾ പൗലോസ് എന്നും പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി. ഹേ, സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവ നീതിയുടെയും ശത്രുവേ, കർത്താവിൻ്റെ നേർവഴികളെ നീ മറിച്ചു കളയുന്നത് നീ മതിയാക്കുന്നില്ലയോ? ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിന്റെ മേൽ വരും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവൻ്റെ മേൽ വീണു. കൈ പിടിച്ചു നടത്തുന്നവരെ തെരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. പൗലോസ് സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞൊരു വാചകങ്ങളിലൊന്ന്, അല്പനാളത്തേക്ക് നിന്റെ കണ്ണ് കാണാതിരിക്കട്ടെ. വേദപുസ്തകം പറയുന്ന ആ നിമിഷം അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അവൻ്റെ കണ്ണിൽ ഒരു തിമിരം വന്നു. ആ നിമിഷം അതുണ്ടായി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ വാക്കുകൾക്ക് അധികാരമുണ്ട്, വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഞാൻ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം പറയുക, കരുനാക്ക് ഉണ്ടോ ബ്രദറെ? ഞാൻ നിങ്ങളോട് പറയാം, റെഗുലറായിട്ട് ശാപവാക്ക് പറയുന്നയാൾക്ക് ആ നാവിൻ്റെ മേൽ പിശാചിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. ശാപവാക്ക് കണ്ടിന്യൂ ആയി പറയുന്ന ആളുകളുടെ വാക്കുകളിൽ ശാപം പ്രവർത്തിക്കും. കണ്ടിന്യൂസ് ആയി തെറ്റുവാക്കുകൾ പറയുന്ന ആളുകളുടെ വായിൽ പിശാചിൻ്റെ പ്രവർത്തനമുണ്ട്. പ്രാകുന്ന, മുടിഞ്ഞു പോത്തേ ഉള്ളൂ, ശപിക്കുന്ന. ആരോ ആളിനോട് ചോദിച്ചു, ബ്രദറെ, മന്ത്രവാദികൾ എന്താ വാസ്തവത്തിൽ ചെയ്യുന്നത്? ഞാൻ നിങ്ങളോട് പറയട്ടെ, മന്ത്രവാദികൾ വാസ്തവത്തിൽ ചെയ്യുന്നത് വ്യക്തികളെ നോക്കി ശപിക്കുകയാണ്. മുടിഞ്ഞു പോട്ടെ, നശിച്ചു പോട്ടെ, ഇല്ലാതാകട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സൗരങ്ങളെ, നിങ്ങളെ നോക്കി ശാപവാക്കുകൾ ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ആരാണ് നിങ്ങളെ നോക്കി ശാപവാക്കുകൾ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ അമ്മ നിങ്ങളെ നോക്കി ശാപവാക്ക് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ അമ്മ നിങ്ങൾ ഉപദ്രവിച്ചപ്പോൾ നിങ്ങളുടെ അമ്മയോട് എന്താ തള്ളേ എന്ന് പറഞ്ഞപ്പോൾ, അല്ല നിങ്ങളുടെ അപ്പനോട് ഇരിക്കുവോ ഇത്രയും നാൾ എന്നെ ഒരു കാര്യം ചെയ്യാതെ എന്ന് പറഞ്ഞ് നിന്റെ അപ്പനെ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ അപ്പൻ്റെ വായിൽ നിന്ന്, അമ്മയുടെ വായിൽ നിന്ന് നീ മുടിഞ്ഞു പോത്തേ ഉള്ളടാ എന്ന് പറഞ്ഞത് നീ കേട്ടിട്ടുണ്ടെങ്കിൽ, ലിസൺ ടു മീ സൗരങ്ങളെ, നീ വിശ്വാസിയായിരുന്നാലും അവിശ്വാസിയായിരുന്നാലും നിൻ്റെ അപ്പനും അമ്മയും പറഞ്ഞ വാക്കുകൾ നിൻ്റെ തലയിൽ വന്നുകൂടായില്ല. നിൻ്റെ അപ്പനോടും അമ്മയോടും നീ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണോ? 100%. നിൻ്റെ അപ്പനോടും അമ്മയോടും നീ ക്ഷമ പറയേണ്ടത് ആവശ്യമാണോ? 100 പ്രാവശ്യം. ക്ഷമ പറയുകയും ദൈവത്തിലേക്ക് വരികയും ചെയ്യുന്ന ഒരാൾക്ക് പൂർണ്ണമായും മോചനമുണ്ട്. ശാപത്തിൻ്റെ അനന്തരഫലമായ രോഗമോ മറ്റോ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ അതിനെ പുറത്താക്കുക. ദൈവജനത്തിൽ എഴുതിയിരിക്കുന്ന നന്മകളെ അനുഭവിക്കുവാൻ തക്കോണം കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം.
ആന്റിയുടെ പേര് കനകം എന്നാണ്. ഈ ആന്റി ധനുവച്ചപുരം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഈ ആന്റിക്ക് 1.5 മാസമായി കേൾവി കുറവായിരുന്നു. ചെവിയിൽ എപ്പോഴും ഒരു മൂളൽ മാത്രമായിരുന്നു. ചെവിക്കകത്ത് മൂളൽ മാത്രമായിരുന്നു. അത് കാരണം കേൾക്കാനൊന്നും കഴിയില്ലായിരുന്നു. എന്നാൽ ആന്റി കാരക്കോണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ ആൻറ്റിക്ക് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. ആൻറ്റി നമ്മുടെ സൂര്യ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൻറ്റിയുടെ ചെവിക്ക് കേൾവി ലഭിച്ചു. എന്താ അമ്മച്ചിയുടെ പേര്? കനകം. അമ്മച്ചിക്ക് എത്ര നാളായിട്ട് ഈ കേൾവി കുറവുണ്ട്? 1.5 മാസം വരെ കേൾവിയില്ലായിരുന്നു. 1.5 മാസം വരെ കേൾവിയില്ലായിരുന്നു. ഓക്കെ. അതിന് ഹോസ്പിറ്റലിൽ വല്ലതും പോയായിരുന്നോ അമ്മച്ചി? കാരക്കോണം ആശുപത്രിയിൽ പോയപ്പോൾ സ്കാനിങ് എടുക്കണം പോവാൻ പറഞ്ഞു. ഡോക്ടർമാരെന്താ പറഞ്ഞത്? സ്കാനിങ് എടുക്കണമെന്ന്. അപ്പം ഞാൻ സ്കാനിങ് എടുക്കാൻ പോകുന്ന അന്ന് TV പ്രോഗ്രാം കണ്ടിട്ട് ഞാൻ മനസ്സിലൊരു തീരുമാനം എടുത്തു. ഞാൻ സ്കാനിങ് എടുക്കാൻ കൊടുക്കുന്ന കാശ് ദൈവവേലയ്ക്കായി കൊണ്ടുവയ്ക്കാൻ ചെവി കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കാം. അങ്ങനെയാണോ നമ്മുടെ മീറ്റിങ്ങിൽ വന്നത്? അതിനുശേഷം ഈ സ്കാനിങ് എടുക്കാം അന്ന് തന്നെ എനിക്ക് ചെവി തുറന്ന് ഞാൻ മകളോട് വിളിച്ച് പറഞ്ഞു. ഇപ്പൊ അമ്മച്ചിക്ക് നല്ലൊരു കേൾക്കാൻ പറ്റുമോ? 1.5 മാസമായിട്ടുള്ള കേൾവിക്കുറവെല്ലാം മാറിയോ? കരങ്ങളെ അടിച്ചെന്റെ കർത്താവിനെ സ്തുതിച്ച്. അമ്മച്ചി പറയുന്നത് കേട്ടോ, 1.5 മാസമായിട്ട് അമ്മച്ചിക്ക് കേൾക്കുവാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ അമ്മച്ചി ഒരു നല്ല തീരുമാനമെടുത്തു. അമ്മ, ഞാൻ കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുമെന്നുള്ളൊരു തീരുമാനമെടുത്തു. അമ്മ, കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഒരിക്കൽ കൂടി കരങ്ങളെ വീശി ഹല്ലേലൂയ പറഞ്ഞത്. താങ്ക് യു. ആന്റിക്ക് അടുത്തതായി പറയാനുള്ള സാക്ഷ്യം ആന്റിയുടെ മകൾക്കുണ്ടായതാണ്. ആന്റിയുടെ മകൾക്ക് വെരിക്കോസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാൽ ആന്റി നമ്മുടെ മാർത്താണ്ഡ മീറ്റിംഗിൽ വന്ന് പങ്കെടുത്തു. അന്ന് ആന്റിയുടെ മകളെ ദൈവം തൊട്ടു. ആന്റിയുടെ മകൾക്ക് സൗഖ്യമായി. ഒന്ന് കരങ്ങളെ അടിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. അമ്മച്ചിയുടെ മോൾക്കും കർത്താവ് വിടുതൽ കൊടുത്തു എന്നാണ് അമ്മച്ചി നമ്മുടെ മുമ്പിൽ സാക്ഷീകരിക്കുന്നത്. താങ്ക് യു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കൊണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പാ. യേശുപിതാ, അവിടുത്തെ നന്മകൾ കൊണ്ട് നിറച്ചാട്ടെ അപ്പാ. കർത്താവെ, തലമുറകളായി ഉണ്ടായിരിക്കുന്ന ശാപങ്ങൾ അല്ല എങ്കിൽ പൂർവ്വപിതാക്കൾ ചെയ്ത ശാപത്തിൻ്റെ പ്രവൃത്തികൾ കർത്താവെ, അതിൻ്റെ അനന്തര ഫലം കർത്താവെ കുടുംബങ്ങളിലുണ്ട് എങ്കിൽ കർത്താവെ അതിനെ തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ ശാപത്തിനെ പുറത്താക്കുവാൻ ദൈവിക അനുഗ്രഹത്തിലേക്ക് വരുവാൻ തക്കോണം കർത്താവെ കുടുംബങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു യേശുവേ. താങ്ക് യു ജീസസ്. കർത്താവെ, നാളുകളായിട്ട് സാമ്പത്തികമായ പ്രയാസത്തിലാണ്. എന്ത് ചെയ്താലും അതിലൊരു മുന്നേറ്റമില്ല. കയ്യിൽ നിന്ന് പണം പോകുന്നതല്ലാതെ കർത്താവെ അതിൽ നിന്ന് ഒരു നന്മയും ഉണ്ടാകുന്നില്ല എന്ന പ്രയാസത്തോടെ ആയിരിക്കുന്ന, കഠിനാധ്വാനം ചെയ്തിട്ടും അതിന് ഫലമില്ല എന്ന പ്രയാസത്തോടെ ആയിരിക്കുന്ന കുടുംബത്തിലെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവരുടെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പാ. കർത്താവിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. പിശാച് തുറന്നു വെച്ചിരിക്കുന്ന വാതിലുകളൊക്കെ യേശുവിൻ്റെ നാമത്തിൽ അടയപ്പെടട്ടെ അപ്പാ. കർത്താവെ, ആ തിരിച്ചറിവും ബോധവും കർത്താവെ ആ വ്യക്തികളിൽ ഉണ്ടാവട്ടെ അപ്പാ. ദൈവവചന പ്രകാരം അതിനെ പുറത്താക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. രോഗികളായിരിക്കുന്നവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവിടുത്തെ സൗഖ്യം ആ വ്യക്തികളുടെ മേൽ വ്യാപരിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, തൊടയിൽ ഒരു മുഴ പോലെ ആയിരിക്കുന്ന, ഞരമ്പുകൾക്ക് പ്രയാസമായിട്ടായിരിക്കുന്ന ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ആ വ്യക്തിയുടെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ സൗഖ്യം വ്യാപരിക്കട്ടെ അപ്പാ. എൻ്റെ ദൈവത്തിൻ്റെ സൗഖ്യം വ്യാപരിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. യേശുവേ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കിഡ്നി സ്റ്റോണായിട്ട് ഭാരപ്പെടുന്ന, വേദനയാൽ ആയിരിക്കുന്ന ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ സ്റ്റോൺ പൊടിഞ്ഞു പോകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാവട്ടെ അപ്പാ. എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, നഖങ്ങൾക്ക് രോഗമായിട്ട്, നഖങ്ങൾ ഷേപ്പ് വ്യത്യാസത്തിലും നിറവ്യത്യാസത്തിലും അത് കുഴിഞ്ഞിട്ടുമായിരിക്കുന്നു. കർത്താവെ, ആ വ്യക്തി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യമാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ പ്രവൃത്തി ഉണ്ടാവണേ അപ്പാ. കർത്താവെ, ഒരു ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, നന്മകൾ കൊണ്ട് നിറയട്ടെ അപ്പാ.
സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണും വരെയും കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും വലിയ കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.